ഹലോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നിപ്പോൾ ഒരു ഫുൾ ഡേ കാണിക്കാമെന്ന് കരുതിയിട്ടോ, രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ചെയ്യുന്ന കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും മുട്ടക്കറിയാണ്. ഈ പുട്ട്, ചപ്പാത്തി, ഉപ്പുമാവ് ഈ വക ഐറ്റംസിനോടൊന്നും ഇവിടെ വലിയ താല്പര്യമില്ല കേട്ടോ. മറ്റേ ചിക്കൻ കറി, മീൻ കറിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ അവർ നല്ല കഴിച്ചോളും. എൻ്റെ വലിയ മോൾക്കാട്ടോ, അവൾ തീരെ കഴിക്കില്ല. ചെറുത് പിന്നെ നല്ല കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചോളും. ഇന്നിപ്പോൾ പുട്ടായതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് പോവില്ല. അപ്പം മുട്ടക്കറിക്കുള്ള ഉള്ളിയൊക്കെ ഞാൻ അടുപ്പത്ത് വാട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് ഗ്യാസമ്മ പുട്ട് വേവാനും വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്കുള്ള മുട്ട എല്ലാം തോട് കളഞ്ഞെടുക്കുകയാണ്. ഉള്ളി കഴിയാതിരിക്കുക ഇടയ്ക്കിടയ്ക്ക് പോയി ഇളക്കണമുണ്ട് കേട്ടോ. ചോറായിരുന്നു. ചോറ് പിന്നെ വേവ് കുറഞ്ഞ അരി ആവുകൊണ്ട് പെട്ടെന്ന് വെന്തു. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് പുട്ടൊക്കെ ആയിട്ട് പിന്നെ അടുത്തത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ മുട്ടക്കറിക്ക് ഉള്ള തേങ്ങ അരച്ചു കേട്ടോ. അപ്പോൾ തേങ്ങയിൽ ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഇട്ടണം കേട്ടോ. ചിലപ്പോൾ ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് കുരുമുളക് ഇതൊക്കെ ഇട്ട് അരക്കലുണ്ട്. ഇന്നിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല, വെറും പെരിഞ്ചീരകം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ തേങ്ങ കറിയിലൊഴിച്ചു. പിന്നെ അതിൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്നങ്ങോട്ട് തിളപ്പിച്ചിട്ട് പിന്നെ ഞാനത് വാങ്ങി. പിന്നെ ആ ചട്ടി തന്നെ ഇന്നിപ്പോൾ മീൻ കറിയാണ് ചോറിനുണ്ടാക്കണത്. മീൻ കറി ആ ചട്ടി തന്നെ വെക്കാമെന്ന് കരുതിയിട്ടോ. കാരണം എങ്കിൽ വേറൊരു ചട്ടി എടുത്ത് അത് അടുപ്പത്ത് വെച്ച് കരി പിടിച്ച് പിന്നെ അത് കഴുകി ഉണ്ടാക്കണ്ടേ. അപ്പോൾ ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ആ ചട്ടി തന്നെ ഒന്നാണ്ട് ഉള്ളിൽ കഴുകിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കഷ്ണം മീനാണ്, എന്താ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ കഴിക്കില്ല മീൻ, ഞാൻ കഴിക്കാത്ത മീനാണ്. അപ്പോൾ അത് ഞാൻ കറി വെച്ചു, കുറച്ചെടുത്ത് കറി വെച്ചു. പിന്നെ ബാക്കി ഞാൻ വറക്കാനും വെച്ചു കേട്ടോ. പിന്നെ ഉള്ളത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ സോയാബീൻ ആണെന്ന് വറക്കണത്. സോയാബീൻ വറുത്തതേ അവർ കഴിക്കുള്ളൂ. ചിക്കൻ വയ്ക്കണ പോലെ വെച്ചാലൊന്നും അവർ കഴിക്കില്ല, വറുത്തിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ വറുത്ത സോയാബീൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാനത് വറക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ആയിട്ട് ഇടണത്. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി വയ്ക്കും. എന്നിട്ട് പിന്നെ കുറച്ച് എണ്ണയിൽ വറുക്കുള്ളൂ കേട്ടോ, ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കില്ല, കുറച്ച് എണ്ണയിൽ വറുത്തെടുക്കുള്ളൂ. അത് കുറേ നേരം ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ചൂടിൽ വെച്ചിട്ട് അങ്ങനെ വറുത്തെടുക്കുക ചെയ്യാം. അങ്ങനെ അതവിടെ പുരട്ടി വെച്ച് കുറച്ച് നേരം അവിടെ വെച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് മീനായിരുന്നു. അപ്പോൾ ആ മീൻ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു മീൻ ഉണ്ട് കേട്ടോ. ഇവിടെ CD മുള്ളെന്ന് പറയും, കുറച്ച് പരന്നിട്ടുള്ളൊരു മീൻ, ആ മീനാണ്. അപ്പോൾ അത് ഏട്ടന് കൊണ്ടുപോകാനും കൂടെ വേണം. അപ്പോൾ മീൻ ഞാൻ വേഗം ആദ്യം വറുത്തത്. ഇത് പിന്നെ എനിക്കുള്ളതല്ലേ, പിന്നെ ലാസ്റ്റ് വറുക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ വെച്ചതാണ്. അപ്പോൾ എനിക്കുള്ള മീനും കൂടെ ഞാൻ അവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടനെ കൊണ്ടുപോകാൻ ചോറാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി ആയിട്ടില്ല. പിന്നെ മീൻ കറി, മീൻ വറുത്തതൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഉപ്പേരിയുടെ ആവശ്യം ഇങ്ങനെ ഇല്ല ആൾക്ക്. അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ നിന്നില്ല, മീൻ കറിയും മീൻ വറുത്തതും വെച്ചിട്ട് കൊടുത്തു. പിന്നെ ആ മീനും കൂടെ ആയതിനു ശേഷം പിന്നെ ഇതാ സോയാബീൻ ഞാൻ വറുക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ കിടന്നിട്ട് വെന്തോളും. പിന്നെ ഇതാ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വെള്ളം കുപ്പിയിൽ 2 പേർക്ക് ആക്കി കൊടുക്കുകയാണ്. വെള്ളവും പിന്നെ സോയാബീൻ ആയപ്പോൾ സോയാബീൻ ആക്കി കൊടുത്തു. പിന്നെ പാത്രം എടുത്ത് വെച്ചിട്ട് അവർക്ക് സ്കൂളിൽ ചോറുണ്ട്, വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകുന്നു വേണ്ട കേട്ടോ. സ്കൂളിൽ ചോറും കറിയൊക്കെ ഉണ്ട്, പക്ഷെ അവിടുത്തെ കറി അവർക്ക് വലിയ താല്പര്യമില്ല. നല്ല ചിക്കൻ കറി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അവർ കഴിക്കുള്ളൂ അവിടുന്ന്, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകും. ഉപ്പേരിയൊന്നും കൊണ്ടുപോയില്ല. ഇതുപോലെ സോയാ വറുത്തത്, കിഴങ്ങ് വറുത്തത്, മുട്ട ഈ വക ഐറ്റംസേ കൊണ്ടുപോകുള്ളൂ കേട്ടോ. വേറെ ഉപ്പേരി അങ്ങനത്തെ ഇതൊന്നും കൊണ്ടുപോയില്ല. അങ്ങനെ അവർക്കുള്ള വെള്ളവും പാത്രവും കറിയൊക്കെ ആക്കി എടുത്ത് വെച്ച് പിന്നെ എന്താ ഇവിടെ കുളിച്ച് വന്നിട്ടുണ്ട് ചെറിയ ആൾ. അപ്പോൾ കുളിയൊക്കെ ഒറ്റയ്ക്ക് തന്നെ കേട്ടോ, അവർ രാവിലെയൊക്കെ ഒറ്റയ്ക്ക് കുളിക്കും. അപ്പോൾ രാവിലെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തലയൊക്കെ ഞാൻ ഒന്നുകൂടെ തോർത്തി കൊടുക്കുകയാണ്. തലയിലെ വെള്ളമൊന്നും
തോർത്തിയാൽ പോവില്ല. അപ്പോൾ ഞാൻ ഒന്ന് ലാസ്റ്റ് വന്ന് തോർത്തി കൊടുക്കുകയാണ്. പിന്നെ ഫുൾ മേക്കപ്പാണ്. ആൾ മേക്കപ്പിൻ്റെ ആശാത്തിയാണ്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്ത് കൊടുത്താലും ആൾക്ക് മതിയാവില്ല കേട്ടോ. ആൾക്ക് കുറേ ഐഡിയകളുണ്ട്. ആ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ആൾക്ക് തൃപ്തിയാവുള്ളൂ. ഞാൻ ചിലപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ പറ്റില്ല. അപ്പോൾ അത് മായ്ച്ച് ഒന്നെങ്കിൽ മുടിയാണെങ്കിൽ അത് ഊരിയിട്ട് വേറെ കെട്ടി തരാൻ പറയും. ഓൾ പറയുന്ന രീതിക്ക് കെട്ടി കൊടുക്കണം. അല്ല നമ്മൾ വല്ല കണ്ണെഴുതി പൊട്ട് തൊട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഓൾ പറയുന്ന രീതിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മളെ ഇഷ്ടത്തിന് ചെയ്താലൊന്നും ആൾക്ക് പറ്റില്ല. പൊട്ടിന് വലിപ്പം കൂടാൻ പാടില്ല, എന്നാൽ വലിപ്പം കുറയാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. പൊട്ടെങ്ങനെ വേണം, കണ്ണ് ഇടണോ, വാലിടണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ പിന്നെ ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ വിശേഷങ്ങളും പറയും, സ്കൂളിലെ കാര്യങ്ങൾ പറയും. ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ സ്കൂളിൽ ആരെങ്കിലും വികൃതി കാട്ടിയതുണ്ടാവും, അപ്പോൾ അതൊക്കെ പറയും. അങ്ങനെ 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 ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കായിരുന്നു ഞങ്ങളെല്ലാവരും. വലിയ ആൾ പിന്നെ അവിടെ ചായ കുടിക്കണ്ടായിരുന്നു. അപ്പോൾ അവൾ പിന്നെ വേഗം ചായ കുടിച്ച് അവൾ പോയി. മറ്റാൾക്ക് പിന്നെ ഞാൻ വാരി കൊടുക്കണം. എന്നാലും ഇന്നിപ്പോൾ സമയം കുറച്ച് വൈകും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം വാരി കൊടുത്ത്. പിന്നെ പുട്ട് വേണമല്ലോ, പുട്ട് ഇറങ്ങാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ അങ്ങനെ ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് അതാക്കി കൊടുക്കാൻ പോയി, വണ്ടി കയറ്റാൻ പോയി. കുറച്ച് ഒരു 2 അടിയാണ് നടക്കാനുണ്ട് വണ്ടി ബസ് കയറുന്നിടത്തേക്ക്. അപ്പോൾ ഞാനങ്ങോട്ട് ആക്കി കൊടുക്കും. അങ്ങനെ അവരെ ആക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ അടി തുടയ്ക്കാനും ഇതിനൊക്കെ നിന്ന് കേട്ടോ. ആദ്യം തന്നെ ഞാൻ അടുപ്പ് ക്ലീൻ ചെയ്യും. അവിടെയൊക്കെ കറിയൊക്കെ തിളച്ച് പോയിട്ടും ഒക്കെ ആയിട്ട് ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരു സമാധാനക്കേടാണ്. അപ്പോൾ പിന്നെ ഞാൻ അത് വേഗം ക്ലീൻ ചെയ്തിടും. ചൂടൊക്കെ ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ കൈയൊക്കെ പൊള്ളും. അതൊന്നും വിഷയമാക്കില്ല, കാരണം അടുപ്പ് ക്ലീൻ ആവണമല്ലോ. അപ്പോൾ വേഗം മറ്റേ കമ്പിയുടെ ചകിരി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വെറുതെ പോവുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ പിടിച്ചിട്ടുണ്ടാവും അമ്മ. അപ്പോൾ അത് വെച്ചിട്ട് ഒന്നുകൊണ്ട് വരതി എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടിയിട്ട് വരതിയാൽ അവിടെ പോകുന്നുള്ളൂ. അത് അങ്ങനെ അതൊക്കെ വരതി അവിടെയൊക്കെ തുടച്ചു കിട്ടോ. അപ്പം തന്നെ ഒരു സമാധാനമാണ്. അടുക്കള അങ്ങോട്ട് ക്ലീൻ ആയി കിട്ടിയാൽ തന്നെ ഒരുപാട് സമാധാനമാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഭ്രാന്ത് വരും, ആ ഒരു അവസ്ഥയിലാവും. അപ്പോൾ ഞാൻ അടുക്കള വേഗം ക്ലീൻ ആക്കിയിട്ടിട്ട് പിന്നെ ബാക്കി അടിക്കാനും തുടയ്ക്കാനൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അലക്കാണ്ടായിരുന്നു കുറച്ച് ആ വെള്ള ഡ്രസ്സ് അലക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കല്ലിൽ അലക്കി. ബാക്കിയുള്ളത് ഞാൻ വാഷിംഗ് മെഷീനിലിട്ടു. അങ്ങനെ അലക്കി അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയെടുക്കാൻ വന്നപ്പോഴാണ് അപ്പോൾ പറയുന്നത് അവിടെ മരമുണ്ട്, മറ്റേ ഈ പറങ്കിമാവിൻ്റെ മരമുണ്ട്. അപ്പോൾ അതിന്മേൽ കായൊന്നും ഉണ്ടാവണില്ല അപ്പോൾ അത് വെട്ടുകയാണെന്ന് പറഞ്ഞിട്ട് അതുമേലാണ് അഴൽ കെട്ടിയിരുന്നത്. അപ്പോൾ അത് അവിടുന്ന് എടുത്തോളാം, അത് മരം മുറിക്കുകയാണ്, അഴൽ അഴിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനത് അവിടെ നിന്ന് എടുത്ത് മാറ്റി കേട്ടോ. ഞാൻ അപ്പുറത്ത് അഴയ്ക്കണ്ടായിരുന്നു, അവിടെ കൊണ്ടുവന്ന് ഇടുകയാണ് തുണികൾ. അപ്പോൾ പിന്നെ അവിടെ അപ്പുറത്ത് അമ്മ തിരുമ്പിയിട്ടായിരുന്നു കേട്ടോ. അച്ഛൻ്റെ മുണ്ട് ഷർട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ അമ്മ തിരുമ്പിയിട്ടായിരുന്നു. അത് അമ്മ രാവിലെ കുളിക്കുമ്പോൾ തിരുമ്പിയിട്ടതാണ്. അപ്പോൾ അത് ഇപ്പം ഞാൻ തിരുമ്പിയിട്ടപ്പോൾ ഏകദേശം ഒരു ഉച്ചയായിരുന്നു. അപ്പോഴേക്കും അവരുടെതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മ നമ്മുടെതൊക്കെ അവിടെ നിന്ന് എടുക്കുകയാണ്, ഇവിടെ ഇട്ടോന്നും പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ ടി വി കാണും കുറച്ച് നേരം, അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഞാൻ കിടന്നുറങ്ങും. കുട്ടികൾ വരുന്ന വരെ ഞാൻ കിടന്നുറങ്ങും ചിലപ്പോൾ. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഉറങ്ങലില്ല, കാരണം ഇങ്ങനെ വീഡിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഉറങ്ങലങ്ങനെ നടക്കില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം അവർ വന്നിട്ടാട്ടോ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ വൈകുന്നേരം എനിക്ക് കുറച്ച് പണി ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ വന്നപ്പോൾ അവർക്ക് വിശക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ രാവിലെ അല്ല, ഇന്നലത്തെ മാവാണത്. ഇന്നലത്തെ ദോശ ഉണ്ടാക്കിയതിൻ്റെ മാവുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ ദോശമാവ് ഉണ്ടാക്കും, അരച്ച് വയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ അരച്ച് വയ്ക്കും കേട്ടോ. അങ്ങനെ വൈകുന്നേരം വന്നാൽ അധികം ഒരു ദോശയാണ് കഴിക്കുക. അതിനോട് അവർക്ക് താല്പര്യമുള്ളൂ. ഇങ്ങനെ ചൂടോടെ ഇങ്ങനെ മൊരിഞ്ഞ് ദോശ കൊടുത്താൽ അപ്പോൾ കഴിക്കും അവർ. അപ്പോൾ അങ്ങനെ 2 ദിവസത്തേക്കായിട്ട് ഞാൻ അങ്ങനെ മാവൊക്കെ ഇങ്ങനെ കുറച്ച് അധികം അരച്ച് വയ്ക്കും.
അപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ സ്കൂളിലുണ്ടായ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് അടിക്കാനും പിന്നെ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് ഒരു കൂവുണ്ടല്ലോ, മറ്റേ എന്താ അതിന് പറയുക, ഇവിടെയൊക്കെ പറങ്കൂവാന്ന് പറയും. ഇങ്ങനെ മറ്റേ ഉരയ്ക്കണ ഒരു കൂവ, ഒരു ചെറിയൊരു ഇഞ്ചി പോലത്തെ ഒരു കൂവയാണ്. അപ്പോൾ അത് നല്ല മരുന്നാണ് ആ സാധനം. അപ്പോൾ ഈ ചൂട് കാലത്ത് ഇങ്ങനെ വെള്ളം ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ അത് നല്ലതാണല്ലോ, നമുക്ക് ഈ മൂത്രച്ചൂടിനും ഇതിനൊക്കെ നല്ലതാണ് അങ്ങനെ വെള്ളം ഉണ്ടാക്കി കുടിച്ചാൽ. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയൊക്കെയാണ് ഏട്ടൻ വന്ന ഏട്ടന് കൊടുക്കാൻ. കുറച്ച് ഞാനും കുടിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ദോശ ഉണ്ടാക്കി, ഗോതമ്പ് ദോശ. രാത്രി ഏട്ടൻ ഗോതമ്പ് ദോശയാണ് കഴിക്കുക. ഞാൻ പിന്നെ രാത്രി ഫുഡ് കഴിക്കില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കും. ഞാൻ നല്ല വിശക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ അതിന് 2 കഴിക്കും. പിന്നെ ഞാനൊന്നും കഴിക്കില്ല. അങ്ങനെ ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് മുതിര ശർക്കര തേങ്ങയൊക്കെ ഇട്ടിട്ട് വേവിച്ചിരുന്നു. അപ്പോൾ അത് കഴിച്ചു. ഇപ്പോൾ അത് കഴിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ വേറൊന്നും കഴിക്കില്ല, അതന്നെ കഴിക്കുള്ളൂ. പിന്നെ ഏട്ടൻ വല്ല പണി മാറ്റി വരുമ്പോൾ വല്ല എണ്ണക്കടി അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതൊന്ന് കുറച്ച് കഴിക്കും. അല്ലാതെ വേറൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ആദ്യം അടുക്കളയിൽ റാക്കുമ്പോൾ ഇരുന്ന് കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെ ഇറങ്ങിയിരുന്ന് കഴിച്ചു. അപ്പോൾ അത് കഴിക്കണതിൻ്റെ ഇടയിലാണ് ഏട്ടൻ വന്നത്. ഏട്ടൻ വന്നപ്പോൾ പിന്നെ ഞാൻ ഏട്ടൻ കൊണ്ട സാധനങ്ങളൊക്കെ എടുത്തേക്കാൻ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ മോര് കൊടുന്നിരുന്നു. അപ്പോൾ മോരും വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മോരും വെള്ളം ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ചെമ്പ് കൊടുക്കാൻ 3 ഇട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. ഞാൻ വേറെയത് ആ കൂടെ വെള്ളമാണ്. അതിങ്ങി വേറെ ഒരു ക്ലാസ്സൊക്കെ ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഏട്ടനെ വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ കുടിക്കുക ചെയ്തത് കേട്ടോ. എന്നിട്ട് അത് പിന്നെ അത് കഴുകി വെച്ചു. പിന്നെ കുറച്ച് നേരം പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിക്കാനിരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ പഠിത്തം കഴിഞ്ഞപ്പോൾ അതിൽ ചിത്രം വരയ്ക്കാനുണ്ടായിരുന്നു. ചിത്രം ഒട്ടിക്കുകയാണ് അപ്പോൾ അവൾക്കത് വരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്, ചെറിയ ആൾ കേട്ടോ, അവൾക്കത് വരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അച്ഛനെ കൊണ്ട് വരപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പുറത്ത് ഇതാ വലിയ ആൾ ക്രോഷ്യോ. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ ഒരു പണിയാണ് ക്രോഷ്യോ. ഇങ്ങനെ ഓരോന്ന് ടി വിയിൽ കണ്ടിട്ട് യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ബാഗൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അവൾക്ക് പിന്നെ എന്തെങ്കിലും ഒന്നങ്ങോട്ട് കിട്ടിയാൽ പിന്നെ അവൾ ആകുമ്പോൾ തന്നെ ഇരിക്കും. അങ്ങനെ 1-2 ബാഗൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം തുണി മടക്കാണ്ടായിരുന്നു. ചെറിയ ആൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ അവരെ മടക്കി കേട്ടോ നേരത്തെ. അപ്പോൾ ചെറിയ ആൾ മടക്കി വെച്ചിരുന്നു അവളുടെ ഡ്രസ്സൊക്കെ. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സ് പിന്നെ ഞാൻ അങ്ങനെ മടക്കിയിട്ട് ഞങ്ങൾ മേലെയായിട്ട് ഡ്രസ്സൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ മേലെ വെക്കൽ. മേലെ ഒരു അലമാരുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കൽ. അപ്പോൾ ഞാനതൊക്കെ മടക്കിയിട്ട് അവിടെ കൊണ്ടുവയ്ക്കുകയാണ്. അവിടെ അച്ഛനും മക്കളും ചിത്രം വരയിലാണ്, അത് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ ചിത്രം വരയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ ചെടിക്ക് വളം ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. ഇത് മറ്റേ DAPയും ഫാറ്റം ഫോസും മിക്സ് ചെയ്ത വളമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു ചെറിയൊരു ആ മണ്ണൊന്നും കൂടെ തോണ്ടിയിട്ട് അതിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഏട്ടൻ മേലേനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം വെള്ളം ഒഴിച്ചാൽ അതങ്ങോട്ട് അലിഞ്ഞു പോകും. അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചിട്ടാൽ മതി കേട്ടോ, കൂടുതലൊന്നും ഇടരുത്. അങ്ങനെ കുറച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ അതെല്ലാത്തിനും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം പൂവൊക്കെ കൊഴിഞ്ഞെങ്കിൽ അടുത്തത് ഉണ്ടാവാൻ തുടങ്ങുകയാണ്. അപ്പോൾ 3-4 വെറൈറ്റികളുണ്ട് കേട്ടോ. മറ്റേ റൂബി റെഡ്, ലാവൻഡർ, പിന്നെ ഫയർ ഒപ്പൽ, തിമ, ജാക്കി റാണ, പൂനെ വൈറ്റ്, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഒരു 2 കൂടെ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതെനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഓരോരോ വെറൈറ്റികളായിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ. എനിക്ക് ബോഗൺവില്ലോട് നല്ല ഇഷ്ടമാണ്. ഇത് നല്ല രസമല്ല ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണാൻ. അങ്ങനെ ഞാൻ പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ഈ റോസിന് ഒക്കെ ഒരു പേരുണ്ടാകും, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഒരു വെള്ള, ഒരു പീച്ച് പോലത്തെ ഒരു കളറുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഒരു വെള്ളയും റോസും കൂടെ മിക്സഡ് ആയിട്ട്
ഒരു കളർ വരുന്നുണ്ട്, അതിൻ്റെ പേരും ഒക്കെ അറിയില്ല. അങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ് അവിടെ. അങ്ങനെ കുറച്ച് നേരം ഫോണും നോക്കി വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.